നമസ്കാരം, വിനിയാസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. ഡൈ അടിച്ചിട്ട് ഇനി ആരും ഡൈ ആകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റിയ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ഡൈയുടെ വീഡിയോയും കൂടി ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു പിടി കറിവേപ്പിലയും 3 ടേബിൾ സ്പൂൺ ചെറുപയറും കൂടെ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചിട്ട് എടുക്കാം. നിങ്ങൾക്കറിയാലോ, പ്രായമായാലും പ്രായക്കുറവ് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും അല്ലേ. പ്രായം ആദ്യം കാണപ്പെടുന്നത് നമ്മുടെ ചർമ്മത്തിൽ തന്നെയാണെന്ന് നമുക്കറിയാം. ചർമ്മത്തിൽ ചുളിവുകൾ വീഴും, പിന്നെ ചർമ്മം അയഞ്ഞു തൂങ്ങും. ഇതിനായിട്ട് വിലയേറിയ പരിഹാരങ്ങളൊക്കെ തേടുന്നവരുണ്ട്. ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കറിവേപ്പില ചെറുപയർ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സ്പൂൺ പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ ചെറുപയർ പൊടി കൊണ്ട് നമുക്ക് പ്രായക്കുറവ് തോന്നിപ്പിക്കുന്ന പ്രത്യേക ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണേ. ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കാലിലോ കയ്യിലോ ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ചർമ്മം അയഞ്ഞു തൂങ്ങുന്നതാണ് ചർമ്മത്തിന് പ്രായം കൂടുതൽ തോന്നിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് ചർമ്മം കുറച്ച് മുറുകുന്നതിന് അല്ലെങ്കിൽ ഇറുക്കം നൽകുന്നതിന് ഇടയാക്കും. അപ്പം നന്നായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10-20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നോർമൽ വാട്ടറിൽ ഒന്ന് കഴുകിക്കളയുക. അപ്പോൾ ഇതുപോലെ ചർമ്മത്തിന് നല്ലൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ പ്രായത്തിന് നമുക്ക് റിവേഴ്സ് ഗിയർ ഇടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെമ്പരത്തി പൂ വേണം. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ സുലഭമായിട്ടുള്ളതാണല്ലോ ചെമ്പരത്തിയുടെ ഇലയും പൂവും എല്ലാം തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഞാൻ ഇന്നലെ ചെമ്പരത്തി പൂ വെച്ചിട്ട് രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ്. ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണണം, എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നും ഞാൻ ചെമ്പരത്തി പൂ വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വേറൊന്നുമല്ല, ചെമ്പരത്തി ജാമാണ്. നമ്മൾ കടകളിൽ നിന്നും വലിയ വില കൊടുത്തിട്ടായിരിക്കുമല്ലോ ജാമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഈ വീട്ടുമുറ്റത്തെ ചെമ്പരത്തി പൂ വെച്ചിട്ട് കിടിലൻ ജാം ഉണ്ടാക്കി നോക്കിയാൽ എങ്ങനെയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെമ്പരത്തിപ്പൂ ആദ്യം കഴുകി നല്ലപോലെ വൃത്തിയാക്കണം. അപ്പോൾ ഇതളുകളായിട്ട് ഇതുപോലെ അടർത്തി വേണം നമ്മൾ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. വല്ല പ്രാണിയോ പുഴുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഇപ്പം ഞാൻ 3 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 സ്പൂൺ കൂവപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂവപ്പൊടി ഇതിനകത്ത് ബെസ്റ്റാണ്, നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കുക. ഇനി കൂവപ്പൊടി ഇല്ലെങ്കിൽ മൈദയോ കോൺഫ്ലവറോ എന്തെങ്കിലും ചേർത്താൽ മതി കേട്ടോ. പിന്നെ എടുത്തേക്കുന്ന 5 ഗ്രാമ്പു, പിന്നെ ഒരു ചെറുനാരങ്ങ. ഇനി നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കൂവപ്പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ടെടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തി പൂവും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കളറൊന്ന് മാറിയത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ചെമ്പരത്തി പൂവിൻ്റെ കളർ മുഴുവനും ഈ വെള്ളത്തിലേക്ക് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പൂവൊന്ന് ഈ വെള്ളത്തിൽ നിന്നും എടുത്തു മാറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ പിഴിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും പെട്ടെന്നൊരു കളർ ചേഞ്ച് വന്നത് കണ്ടോ. നല്ലൊരു കളറാണ് നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ കൂവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ ഗ്രാമ്പും ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്ത്, പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ നമുക്കിതൊന്ന് വറ്റിച്ച് കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ചെറുതീയിൽ കിടന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വേണം ഇത് നമ്മൾ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വറ്റി കുറുകി വന്നു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് നല്ല കിടിലൻ ഒരു ജാം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിപ്പം ഒന്ന് തണുത്ത് വന്നു കഴിയുമ്പോൾ ആ ജാമിൻ്റെ കറക്റ്റ് പരുവത്തിൽ തന്നെ നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു രീതിക്കാണ് നമുക്ക് ഈ ജാമ കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് നോക്കിയേ, വെറുതെ എന്തുമാത്രം ചെമ്പരത്തിപ്പൂവാണ് വെറുതെ പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെറുതെ കടയിൽ നിന്ന് കെമിക്കലുകളൊക്കെ അടങ്ങിയ ജാം ഒന്ന് വാങ്ങിച്ച് പൈസ വെറുതെ കളയണ്ട. നല്ല ടേസ്റ്റിയാണ്. ഒരു ചെറിയ പുളിയൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു നാരങ്ങയൊക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ കറക്റ്റ് ജാമിൻ്റെ അതേ ടേസ്റ്റാണ്, യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. അപ്പോൾ നിങ്ങൾ ഒറ്റ തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ജാമ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിനകത്തേക്ക് നമ്മൾ യാതൊരു വിധത്തിലുള്ളതായ കെമിക്കലുകളൊന്നും തന്നെ ചേർത്തിട്ടില്ല. നിങ്ങളുടെ കൺമുമ്പിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാനിത് കൊണ്ട് ബ്രെഡിലേക്ക് ഇതൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ ആരാ കഴിക്കാത്തതെന്ന് പറഞ്ഞേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ.
ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് 2-3 സ്പൂൺ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, കരിഞ്ജീരകം മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്, ഓൺലൈനായിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ മുടി നര, പ്രത്യേകിച്ചും അകാല നര, അത് പലരെയും അലട്ടുന്നൊരു പ്രശ്നമാണ്. ഇതിന് പരിഹാരമായിട്ട് നര മറയ്ക്കാനായിട്ട് പലരും തേടുന്നത് കൃത്രിമക്കൂട്ടുകളാണ്. എന്നാൽ മാർക്കറ്റിൽ ലഭിക്കുന്ന ഇത്തരം കൂട്ടുകൾ പലപ്പോഴും ഗുണത്തേക്കാൾ ഏറെ ദോഷം വരുത്തുന്നവയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇവയിലെ കെമിക്കലുകൾ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് വരെയും കാരണമായേക്കാം. തികച്ചും പരിഹാരം എന്നുള്ളത് നാച്ചുറൽ വഴികൾ തേടുക എന്നുള്ളതാണ്. അപ്പം ഇതിനെ സഹായിക്കുന്ന ഒരു കൂട്ടാണിത്. ഇത് തികച്ചും ഇൻസ്റ്റൻ്റ് ആണേ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി എടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ കരിഞ്ജീരകം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇത് ഒന്ന് പൊട്ടി വരും കേട്ടോ. നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ കടുകൊക്കെ പൊട്ടുന്നത് പോലെ പൊട്ടി വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടിട്ട് ആ കറക്റ്റ് രീതിക്ക് തന്നെ നിങ്ങൾ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പം നല്ലതുപോലെ ഈ ഒരു കളർ നന്നായിട്ടൊന്ന് കരിഞ്ഞു വരണം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതുണ്ടോ, ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഞെരടി കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ നല്ലപോലെ പൊടിഞ്ഞു വരുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കണം. ഒരുപാടൊന്നും തണുക്കണ്ട, നമുക്കിത് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലതുപോലെ തണുത്താൽ നമുക്ക് കറക്റ്റായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഞാൻ കരിഞ്ജീരകം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ച് എടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്തപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ടെക്സ്ചറാണ്. കാരണം ഇതിൽ നിന്നും കുറച്ച് ഓയിലൊക്കെ ഇങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ പൊടി പോലല്ല കിട്ടിയേക്കുന്നത്, കുറച്ചൊന്നിങ്ങനെ കുഴഞ്ഞ രീതിക്കാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ സംഭവം. ഇനി ഇത് ഞാനൊരു ബൗളിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. ഇത് ഞാനിങ്ങനെ കയ്യിലെടുത്തൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, നല്ല പോലെ എന്താ പറയുന്നത്, നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ്. ഇതിനകത്തേക്കിന് വേറെ ഒരു സാധനവും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. വേറെ ഒരു കൂട്ടും ഇതിനകത്തില്ല. ഇത്രേ ഉള്ളൂ സംഭവം. ഇതുണ്ടോ, നല്ല ബ്ലാക്ക് കളറിലാണ്. നല്ലൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണിത്. നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നോക്കണം. വെറുതെ കെമിക്കലുകളുടെ പുറകെയൊക്കെ പോയിട്ടിട്ട് വെറുതെ പല രോഗങ്ങളും നമ്മൾ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ. നമ്മൾ വെള്ളത്തിൽ ഇത് എത്ര കഴുകി എന്ന് പറഞ്ഞാൽ പോലും കൂടെ ആ ഒരു കളർ ഇളകി പോകത്തേ ഇല്ല. ശരിക്കും നാച്ചുറൽ ഹെയർ ഡൈ ആണ്. ഇനി നിങ്ങൾ ഡൈ അടിച്ചിട്ട് ഡൈ ആവണ്ട. ഇത് ശരിക്കും ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ടച്ചപ്പൊക്കെ എവിടെയെങ്കിലും പോകേണ്ട സമയത്ത് പെട്ടെന്ന് മുടി ഇഴകളിലൊക്കെ ഒരു ടച്ചപ്പൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അവിടെ ഇവിടെയായിട്ടൊക്കെ കാണുന്ന നരച്ച മുടിയിൽ ഇതൊന്ന് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ നരച്ച മുടിയൊക്കെ ഉള്ളത് നന്നായിട്ട് കറുത്ത് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി കഴിഞ്ഞ് കഴിയുമ്പം എവിടെയെങ്കിലുമൊക്കെ വെള്ള മുടി കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഡൈ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ ഒരു 3-4 ദിവസത്തേന് ഒരു തവണ തേച്ച് കഴിഞ്ഞാൽ നിൽക്കുകയും ചെയ്യും. അപ്പം ഇനി ഒരുപാട് കെമിക്കലുകളുടെ പുറകെ പോകാതെ ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഈ കരിഞ്ജീരകം പൊടിച്ചത് ഞാനിതുപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കേടൊന്നും ആകത്തേ ഇല്ല. ഇത് ഞാനിപ്പോൾ ഇതുണ്ട് ഇതുപോലെ വിക്സിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലുണ്ടായിരുന്നു, അതിലേക്കാണ് ഞാൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറിയ ക്രീമിൻ്റെയൊക്കെ ബോക്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യാനുസരണം എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇതുപോലെ എടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടട്ടെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.